ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ദിവസം കൊല്ലത്ത് അർച്ചന ആരാധന തിയേറ്ററിൽ സിനിമ കാണാൻ പോയപ്പോൾ അവിടെ കുങ്കുമൻ നാനയുടെയൊക്കെ പത്രാധിപരായ വിമല രാജാകൃഷ്ണൻ ഉണ്ടായിരുന്നു. അപ്പം മാഡം ഒറ്റയ്ക്കാണ് സിനിമ കാണാൻ വരുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ചെന്ന് പരിചയപ്പെട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ വലിയ ഡ്രീംസാണ് ഇതൊക്കെ, ഇങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിക്കണം, ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകുന്നു. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ നോക്കിയിട്ട് പറഞ്ഞ്, എനിക്ക് പോസിബിളാണ്, പക്ഷെ മോൾക്കത് പോസിബിൾ അല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞേ പറഞ്ഞു. അതുപോലെ പിന്നെ വേറൊരു വനിതയെടുത്ത് ഞാൻ ഇതേപോലെ ഒരു സ്വാതന്ത്ര്യത്തോടെ നടക്കുന്നൊരു വളരെ നമുക്ക് പറന്നു നടക്കുന്ന ഒരു സ്ത്രീയെടുത്ത് സംസാരിച്ചപ്പോൾ അവരെന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പോസിബിളാണ്, പക്ഷെ കുട്ടിക്ക് അത് പോസിബിളാവാൻ ചാൻസ് ഇല്ലാന്ന് പറഞ്ഞു. കാരണം അപ്പം അന്ന് ഞാൻ ഡിവോഴ്സ്ഡ് ഒന്നുമല്ല. ഇവരൊക്കെ ഓരോരുത്തരുടെയും ഓരോ ജീവിത സാഹചര്യങ്ങളാണ്. അത് നമുക്ക് നോക്കാനും നമുക്ക് ആരാധിക്കാനും പറ്റും. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യം അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഈ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാവുന്ന അറിയത്തില്ല. അതായത് നമുക്ക് പലരെയും നോക്കി അതുപോലെ ആവണം എന്ന് പറയാം, പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യം അനുസരിച്ച് അത് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ട്രിവാൻഡ്രത്തോട്ട് വന്നതിന് ശേഷം 2-3 എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു ഫ്ലാറ്റിൽ ചെന്നപ്പോൾ ഞാൻ മോളും ഉള്ളൂ. പെട്ടെന്ന് ഞങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു സേഫായിട്ടുള്ളൊരു സ്ഥലം വേണമല്ലോ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ അടിമുടി ഇങ്ങനെ നോക്കിയിട്ട് വന്നു. ഓക്കെ, തരാം, അന്ന് പ്രശ്നമല്ല, നമുക്ക് തരാമെന്നൊക്കെ തരാം, പക്ഷെ 5 മണി കഴിഞ്ഞാൽ നിങ്ങളെ കാണാൻ ഇവിടെ ആരും വരാൻ പാടില്ല. 5 മണി കഴിഞ്ഞു, ആണാകട്ടെ പെണ്ണാകട്ടെ, ഇവിടെ ആരും വരാൻ പാടില്ല. അതേപോലെ തന്നെ മറ്റൊരു ഫ്ലാറ്റിൽ എഴുതി വെച്ചിരിക്കുന്നു, എന്നെ കാണാൻ വരുന്നവർ എഴുതി വെച്ചിരിക്കുന്നു, പക്ഷെ നിങ്ങളെ കാണാൻ വരുന്നത് ആരാണെന്ന് ഞങ്ങളെങ്ങനെ അറിയും? അപ്പം ഞാൻ തിരിച്ചു വെച്ചു, നിങ്ങളെ കാണാൻ വരുന്നവരാരാണെന്ന് എനിക്കെങ്ങനെ അറിയാം? അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാനും എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അന്വേഷിക്കാം, എന്നെ കാണാൻ വരുന്നവരാരാണെന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാം. പിന്നെ ഞാൻ ആലോചിച്ചു, സ്വന്തമായ ഒരു ഇടമുണ്ട് എനിക്ക്, അവിടെ ഞാൻ വളരെ സേഫാണ്. ഒരു 1 ബെഡ്റൂം ഫ്ലാറ്റാണെങ്കിലും എൻ്റെ പൈസയ്ക്ക് ഞാൻ വാങ്ങിച്ച ആ 1 ബെഡ്റൂം ഫ്ലാറ്റിൽ ഞാൻ വളരെ സേഫാണ്. പല പെൺകുട്ടികളും എൻ്റെ അടുത്ത് മെസ്സഞ്ചറിൽ ചോദിക്കാറുണ്ട്, ഞങ്ങൾ മടുത്തു, ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല, ഇറങ്ങി വരണം, ഒരു സ്പേസ് കിട്ടാൻ പാടില്ലല്ലോ. സ്പേസ് കിട്ടാനൊന്നും അല്ല പാട്, പക്ഷേ ഒരു സ്ത്രീ സിംഗിളായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരിനി എത്ര വലിയ ഉദ്യോഗത്തിൽ നിന്നാലും അവരനുഭവിക്കുന്ന ട്രോമ അതിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. ഞാനൊന്ന് സമാധാനിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഇത്തരം ഇൻസൾട്ടുകൾ എനിക്കുണ്ടാകുമ്പോൾ ഞാനൊന്ന് സമാധാനിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ശ്രീരേഖ IPSൻ്റെ വീഡിയോ എടുത്ത് കാണും. അവിടെ മാഡം പറയുന്നുണ്ട്, മാഡം ഒരു IPS ഉദ്യോഗസ്ഥയായിട്ട് മാഡം അനുഭവിക്കേണ്ടി വന്ന, അവർ സിംഗിളല്ല, പക്ഷെ അവർ സ്ത്രീയാണ്, അവരനുഭവിക്കേണ്ടി വന്ന കുറേ ട്രോമാസ്. അപ്പോൾ സാധാരണ ഒരു സ്ത്രീയായ ഞാൻ, അതും വിവാഹമോചിതയായ ഞാൻ, വിവാഹമോചിത എന്ന് വെച്ചാൽ സമൂഹം കാണുന്ന അബദ്ധസഞ്ചാരിണി എന്നുള്ള നിലയിലാണ് ഇപ്പോഴും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഞാനൊക്കെ യുദ്ധം ചെയ്ത് മുന്നോട്ട് വരിക. വിജയിക്കുമായിരിക്കും, പക്ഷെ യുദ്ധം ചെയ്ത് നമ്മളങ്ങ് തളരും. അപ്പം അതുകൊണ്ട് ഇറങ്ങി വരിക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ട്. ആലോചിച്ചും കണ്ടും സ്വന്തമായ ഒരിടം കണ്ടെത്തിയതിന് ശേഷം മാത്രം. കാരണം ഈ ലോകം അങ്ങനെയാണ്, ദംഷ്ട്രയുള്ള വേട്ട നായ്ക്കളെ പോലെയാണ് ഓരോ മനുഷ്യൻ്റെയും മനസ്സ്. അത് നമ്മൾ നേരിടുമ്പോൾ നമുക്കതിനെ ഫേസ് ചെയ്യാനുള്ളൊരു ചങ്കൂറ്റം വേണം. എത്ര തൻ്റെയിടമെന്ന് പറഞ്ഞാലും നമ്മൾ സെൻസിറ്റീവ് ആണെങ്കിൽ നമ്മൾ തകർന്നു പോകും. ശ്രീരേഖ മാമിൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമായി. ഞാനെന്താ ഇത്രയും സെൻറ്റിമെൻറ്റ്സിൽ, ഞാനെന്താ ഇങ്ങനെ ഇമോഷണൽ ഇഡിയേറ്റ് ആയി പോകുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. മാമിൻ്റെ ആ വീഡിയോ കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഒരു മോട്ടിവേഷൻ.